ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 25,200, 250 എന്നുള്ള ഒരു ലെവലൊക്കെ തന്നെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. ഒരു 0.5% നേട്ടം നമുക്ക് കാണുന്നുണ്ട്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഈ ഒരു വീക്കിലെ ഒരു അവസാനത്തെ ട്രേഡിംഗ് കൂടിയാണ്. ഇന്ന് ഈ ഒരു മൊമെൻറ്റം ത്രൂ ഔട്ട് ദ ഡേ തുടരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇന്ന് ഒരു പോസിറ്റീവ് ബയാസസ് ആണ് ആൾറെഡി ഉള്ളത്. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്ന അതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ബയാസ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. 25,450 എന്നുള്ള ലെവലിലേക്ക് വരികയാണ്. ആ ലെവൽ ഒരു വലിയ റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അപ്പോൾ ഇന്ന് പോസിറ്റീവ് ആണ്. അതിന്റെ അടുത്തേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ബട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് പോസിറ്റീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ദെൻ എല്ലാ സപ്പോർട്ടും ചില സെക്ടേഴ്സിന്റെ മാറി മാറിയുള്ള സപ്പോർട്ടുകൾ നിഫ്റ്റിയിൽ കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും പല സെക്ടേഴ്സ് ചില സെക്ടേഴ്സുകളുടെ സപ്പോർട്ട് കിട്ടുന്നതോടുകൂടെ ഒരു സെക്ടേഴ്സിൽ നിന്ന് മാത്രമല്ല എല്ലാ സെക്ടേഴ്സിൽ നിന്നും നമുക്ക് കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഇതിൽ നിന്ന് ഇപ്പൊ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 25,000 എന്നുള്ളത് ഒരു ബേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ 25,000 ആൻഡ് 25,450 എന്നുള്ള റേഞ്ചിലേക്കാണ് ഇപ്പൊ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഏതായാലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാലും ഇന്ന് നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം കൂടി നേട്ടം കൂടുതലാണ്. 300-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുടക്ക മിനിറ്റിൽ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 56,500 എന്നുള്ളൊരു ലെവൽ മറികടക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന PSU ബാങ്ക് സപ്പോർട്ടാണ് ഇപ്പോൾ പ്രൈവറ്റ് ബാങ്ക്സുകളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇൻഡെക്സിന്റെ മൂവ്മെന്റ് കൊണ്ടുപോകാൻ നല്ലൊരു പോസിറ്റീവ് ബയാസ് ആണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റ്സ് ഈ ഒരു 57,500ലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ഇന്നോ അടുത്ത ദിവസമുള്ള ട്രേഡിംഗിൽ. അപ്പൊ ഇതൊരു വലിയൊരു പോസിറ്റീവ് നെറ്റ് ഈ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RBI കമന്റിനൊക്കെ ശേഷം തന്നെ ബാങ്കുകൾക്ക് വളരെ ഒരു ഊർജ്ജമാണ് പകർന്നു കിട്ടിയിരിക്കുന്നത്. അടുത്ത വർഷത്തെ അതിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളിലൊക്കെ വരുന്ന ചേഞ്ചസ് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അത്. അപ്പൊ അത് തന്നെ എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് വലിയ മൂവ്മെന്റ്സ് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഇമീഡിയറ്റ് ഉള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞു വെക്കുന്നു 57,500. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഔട്ട് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു പോസിറ്റിവിറ്റി, അതൊരു വലിയ പോസിറ്റീവ് ബയാസോട് കൂടി തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് TCSനെ കുറിച്ച് തന്നെയാണ് ചോദിക്കേണ്ടത്. ഇന്നിപ്പോൾ IT ഇൻഡെക്സ് തുടക്കം മുതൽ തന്നെ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. TCSനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.5%. റിസൾട്ടുകളിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. TCSനുള്ള സാറിൻ്റെ ഒരു ലോങ് ടേം ടേക്ക് എങ്ങനെയാണ്? നമ്മൾ ആൾറെഡി പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കാം TCS ആൾറെഡി ഒരു കറക്റ്റീവ് മോഡലായിരുന്നു. ബട്ട് ആ കറക്റ്റീവ് മോഡൽ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാറായിട്ടില്ല എങ്കിൽ പോലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് 2,860 ആ ഒരു ലെവലിലാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. ആ ഒരു ലെവൽ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സപ്പോർട്ട് ലെവൽ എന്നുള്ള രീതിയിൽ ആ 2,860 ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ സ്വിംഗ് ട്രേഡുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു സാധ്യത നമ്മൾ ഇപ്പോൾ കാണുന്നില്ല. കാരണം വോളിയത്തിലുള്ള കുറവുണ്ട്. അതിലേക്ക് കൂടുതൽ കാരണം മറ്റുള്ള സെക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മണി ഫ്ലോ അങ്ങോട്ട് തന്നെയാണ് ഉണ്ടാവുക. IT സെക്ടറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തേക്ക് കുറച്ച് ഡൗൺ ട്രെൻഡിലാണ്. അത് മാറി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് അത് എപ്പോൾ മാറി വരും, ആ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സമയമായ ഇതെല്ലാം തന്നെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ 2,860 എന്നുള്ള ലെവലിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ആ ഒരു സപ്പോർട്ട് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സലോ ബാക്കിയുള്ള ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടായിരിക്കും നമുക്ക് ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ നടത്താൻ കഴിയുക. അനീഷ് സാർ, അടുത്ത ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറേ കോൺസെക്യൂട്ടീവ് സെഷനുകളിലായിട്ട് റെക്കോർഡ് മുന്നേറ്റമാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഈ ഒരു മൂവ്മെന്റിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 240 നിന്ന് ആണ് ഈ ഒരു മൂവ്മെന്റ്സ് വന്നിരിക്കുന്നത്. ആ സ്റ്റഡി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും ഒരു പുൾ ബാക്ക് വരുന്നതെന്ന് എന്നതേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു ട്രെൻഡ് റിവേഴ്സലോ തീർച്ചയായിട്ടും താഴോട്ട് പോകുമോ എന്നൊന്നും
ഉള്ളതല്ല, എക്സ്ട്രാ ഓർഡിനറി വോളിയൂംസ് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഒരു മൂവ്മെന്റ്സിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം ഒരു കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഒരു ഹെൽത്തി കറക്ഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. 320 300 എന്നുള്ള ലെവലിൽ വളരെ ഒരു എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സാധ്യത ഉണ്ടെങ്കിൽ അവിടേക്ക് വരുമ്പോൾ റീ എൻറ്ററിങ് പോയിന്റ് ആയിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. വീണ്ടും അത് 360ലേക്കോ 400ലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് വളരെ കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ് നടക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആയിരിക്കും സ്റ്റോക്സിന്റെ പ്രൈസിനെ സംബന്ധിച്ച്. ഭാവിയിലുള്ള ഒരു പോസിറ്റീവ് മൂവ്മെന്റിന് അത് കൂടുതൽ ഒരു ഊർജം പകരുന്ന നടപടിയാണ് ഇപ്പൊ നടക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് വരുൺ ബിവറേജസ് ആണ്. ഇന്നിപ്പോൾ 0.5% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ 30% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരുൺ ബിവറേജസിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഇതൊരു കറക്റ്റീവ് ആക്ഷൻസിൽ നിന്നൊരു സ്റ്റോക്സ് ആണ്. അറൌണ്ട് 420 എന്നുള്ള ലെവലിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിൽ വന്ന് 2 തവണയായിട്ട് ആ സപ്പോർട്ട് എടുത്തതിനു ശേഷം മുന്നോട്ട് പോവുകയും ബട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ്, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് RSI ഒക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. ആ ഒരു സ്ട്രെങ്ത് അതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അത് വരുന്നത് വരെ, അതായത് ഫർദർ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിന് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ബട്ട് ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ്. എനിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബയാസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ. അപ്പോൾ ഒരു 420 എന്നുള്ള വളരെ സ്ട്രോങ് ബേസ് ലെവലിൽ നിൽക്കുവാണ് ഈ സ്റ്റോക്സ്. അത് നമുക്കൊരു ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പരിഗണിക്കാവുന്ന ഒരു ലെവലിൽ തന്നെയാണ്. ഇതിലേക്ക് ഒരു സ്ട്രെങ്ത്, ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് ബയാസോ അല്ലെങ്കിൽ ഒരു ന്യൂസോ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ട് വരുന്ന മൂവ്മെന്റ്സിന് സ്ട്രെങ്ത് കൊടുക്കുക. അത് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. വളരെ ഷോർട്ട് ടേം ടു ലോങ് ടേം പീരീഡിൽ നമുക്കൊരു എൻട്രി പോയിന്റ് ആയിട്ട് ഇപ്പൊ കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു ലെവൽ. മറ്റൊരു സ്റ്റോക്ക് ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്ന ടാറ്റ എലക്സി ആണ്. ഇന്നിപ്പോൾ 1.5% ഒരു നെഗറ്റീവ് നോട്ടിലാണ്, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ടാറ്റ എലക്സിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രോക്കറേജുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയർ ടൈമിൽ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമൻട്രികൾ തന്നെയാണ് വരുന്നത്. അപ്പോഴും ചലഞ്ചസ് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കൺസേൺ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു കറക്റ്റീവ് ആക്ഷൻസ് തുടങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യവും 4600ലേക്കൊക്കെ വന്നിരുന്നു. കഴിഞ്ഞൊരു മൊമെന്റ്സിൽ നമ്മളൊരു മെയിൽ നോക്കുകയാണെങ്കിൽ 4800 വന്നിരുന്നു. അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ മാസവും 5000 അടുത്തേക്ക് വന്നിരുന്നു. അതിൽ നിന്ന് ഒരു മൂവ്മെന്റ്, ചെറിയ ട്രെൻഡ് റിവേഴ്സലിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്, ചെറിയ മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡൗൺ ട്രെൻഡ് എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ദോ 5000 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോണാണ്. ആ സപ്പോർട്ട് സോണിൽ നിന്ന് മൂവ്മെന്റ് വരാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ മൂവ്മെന്റ് പോസിറ്റീവായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രതീക്ഷയുണ്ട്. 6000 6400 ലെവലിലേക്കൊക്കെ ചിലപ്പോൾ ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത, ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ബട്ട് വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.